നമുക്ക് ആവശ്യമുള്ളൊരു പ്രോഡക്റ്റിൻ്റെ പലവിധ ബ്രാൻഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നമ്മൾ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ പരസ്യങ്ങൾ കണ്ടിട്ടോ അങ്ങനെ പല വിധേയനെ നമ്മളൊരു ബ്രാൻഡിനെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ നമ്മളുടെ മനസ്സിൽ ഈ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യണം. അതാണ് ആക്ച്വലി എന്ന് പറയുന്നത് ബ്രാൻഡ് പൊസിഷൻ എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ്ലി ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. കല്യാൺ സിൽക്സും ഷീമാട്ടിയും രണ്ടും ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഒരു സെഗ്മെൻറ്റിൽ നിൽക്കുന്ന രണ്ട് ബ്രാൻഡുകളാണ്. ഷീമാട്ടി കുറച്ചും കൂടെ ബോൾഡായിട്ടുള്ള ഒരു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് പുറത്തുവിടുമ്പോൾ കല്യാൺ സിൽക്സ് കുറച്ചും കൂടെ കാഷ്വലാണ്, കുറച്ചും കൂടെ വളരെ വാമായിട്ട് കസ്റ്റമറായിട്ട് എൻഗേജ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അവരുടെ മെസ്സേജിങ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും സക്സസ്ഫുൾ ബ്രാൻഡ്സാണ് അല്ലേ. അപ്പോൾ ഇവർക്ക് ഇവരുടേതായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഇവർ ഡെവലപ്പ് ചെയ്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ ബ്രാൻഡ് പൊസിഷനിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവരിവൺ ഈസ് നോട്ട് അവർ കസ്റ്റമേഴ്സ്. എല്ലാവരും നമ്മളുടെ കസ്റ്റമേഴ്സ് അല്ല. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റിന് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പോലും പല വിധേനയാണ് എല്ലാവരും പ്രോഡക്റ്റിനെയും സർവീസിനെയും ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ഓഡിയൻസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മളുടെ കസ്റ്റമേഴ്സ് ആരാണ് എന്ന് പ്രോപ്പറായി മനസ്സിലാക്കി തുറന്ന് സംസാരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ബ്രാൻഡിങ് ആക്ടിവിറ്റീസും മാനേജ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക.